ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് തലേ ദിവസം അരി കുതിർത്ത് വെക്കുകയോ അരച്ച് വെക്കുകയോ ഒന്നും ചെയ്യേണ്ട. രാവിലെ അരിപ്പൊടി കലക്കി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ പാലപ്പത്തിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. നല്ല പെർഫെക്റ്റ് പാലപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. അപ്പം ഞാൻ ഇതിൽ പറയുന്ന എല്ലാത്തിൻ്റെയും അളവുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇതേ അളവിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി നോക്കുക. അതിനായിട്ട് നമ്മൾ ഒരു കപ്പോ അല്ലെങ്കിൽ കപ്പില്ലെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ്സോ എടുക്കുക. ഈ ഒരു ഗ്ലാസ് അളവിൽ വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി എടുക്കാം. ഞാനിവിടെ അജ്മീൻ്റെ ആണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതേ ഗ്ലാസ് അളവിൽ 1/2 ഗ്ലാസ് ചോറ് എടുക്കുക കേട്ടോ. തലേ ദിവസത്തെ ചോറ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പാലപ്പത്തിനൊരല്പം മധുരം ഉണ്ടാകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ആവശ്യമുള്ളത്. ഇതിൽ 2.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമുള്ളത്. ആ 2.5 ഗ്ലാസ്സിൽ നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതുപോലെ പാലപ്പം തയ്യാറാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തേങ്ങ ചേർക്കാതെ ഇതുപോലെ തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കഴിയുന്നതും 1/2 ഗ്ലാസ്സെങ്കിലും നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ബാക്കിയുള്ളത് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തം 2.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഈ തേങ്ങാപ്പാൽ ഉൾപ്പെടെയാണ് 2.5 ഗ്ലാസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 1/2 ഗ്ലാസ്സാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിൻ്റെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പകുതിയായിട്ട് 2 തവണയായിട്ടാണ് ഞാനിങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ച് വെച്ചത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് നമ്മൾ സ്പൂണൊന്നും വെച്ച് ശരിയാവില്ല. ഇതുപോലെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചേക്കുക. കഴിയുന്നതും ചൂടുള്ള ഭാഗത്ത്, അതായത് അടുപ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് അത് ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിനുശേഷം തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാടിയെടുക്കണം. അതുവരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇൻഡസ് വാലിയുടെ കടായിയാണ് യൂസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഫുൾ ക്യാപിറ്റൽ അതുല്യ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഇതിലേക്ക് ഇനി 2 ഗ്ലാസ്സോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ചധികം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങി ഇതുപോലെ ഒന്ന് വരവെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും വെക്കണം. ഇതുപോലെ ഇരുമ്പിൻ്റെ കടായിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചാൽ മതിയാവും. ഇതിലേക്ക് മസാലയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ഒരല്പം പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ.
അങ്ങനെ ഇതാ ഒരു 2.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നേരത്തെ കണ്ടതിനെക്കാട്ടും ഡബിളായിട്ട് ഇപ്പം മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് അപ്പം ചുട്ടെടുക്കാം. മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും നല്ല സോപ്പ് പത പോലെ പൊന്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ കറക്റ്റ് ഫോമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അപ്പം കിട്ടും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ചൂടായ പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ബാറ്റർ കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഈ അപ്പം തയ്യാറാക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണാൻ സൂപ്പറായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക. എന്തായാലും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.